ഇപ്പോഴും കടന്നിലണമെങ്കിൽ നമ്മുടെ പെങ്ങളുകുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കുകയാണ് ഓപ്പറേഷനായിട്ട് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ അവിടുത്തെ നഴ്സാണെങ്കിൽ പറയുന്നുണ്ട്, ഓപ്പറേഷൻ ആവശ്യമായ ആദ്യ ഗഡു ഇപ്പോൾ തന്നെ അടയ്ക്കണമെന്നും അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കി അടച്ചാൽ മതിയെന്നും പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഗംഗയാണെങ്കിൽ പൈസ നമ്മുടെ വിനീതിൻ്റെ കയ്യിലുണ്ട് എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ, വിനീതേട്ടാ ഇത്രയും പൈസ അടയ്ക്കണം, ഒന്ന് അടയ്ക്കാനായിട്ട് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം വിനീതാണെങ്കിൽ ATM പോയിട്ട് പൈസ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത്രയും പണം വിനീതിൻ്റെ കയ്യിലില്ല എന്ന് വിനീതിന് അപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. ഈശ്വര ഭഗവാനെ, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നമ്മുടെ വിനീതാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, തലയ്ക്ക് കയ്യും കൊടുത്ത്. ഇതേ സമയമാണ് ആ വഴി നരയൻ പോകുന്നതെന്ന് കാണാം. നരേൻ്റെ അടുത്ത് ചെന്ന് കാല് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് പോലെ കെഞ്ചിക്കൊണ്ട് നമ്മുടെ വിനീത് പണം ചോദിക്കുന്നുണ്ട്. ഒടുവിൽ നരയൻ പണം വിനീതിന് കൊടുക്കുകയാണ് എന്ന് കാണാൻ കഴിയും. വിനീതാണെങ്കിൽ തിരികെ തരാമെന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് കൂട്ടുകാരെ.